ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു റഷ്യൻ മൂവിയുടെ കഥ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. റഷ്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. കഥാനായകനായിട്ടുള്ള മണ്ടനായിട്ടുള്ള ഐവാൻ ചില കാരണത്താൽ ഒരു രാജ്യത്ത് എത്തിപ്പെടുകയാണ്. അവിടുത്തെ ചക്രവർത്തിക്ക് അവനെ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഒറ്റയടിക്ക് അവനെ കൊന്നുകളയാൻ കഴിയില്ല. അവനായിട്ട് ഒരുപാട് ടഫായിട്ടുള്ള ദൗത്യങ്ങൾ കൊടുക്കുകയാണ്. ലോകത്ത് ഇന്ന് വരെ ആരും കാണാത്ത തീപക്ഷിയെ വേട്ടയാടാൻ വേണ്ടി പോവുക, അതുപോലെ തന്നെ ഹൈ ഹിൽസ് നാട്ടിലെ രാജകുമാരിയെ കൊണ്ടുവരിക, ഒരു ദ്വീപ് കണക്കെ വലുപ്പമുള്ള ഒരു തിമിംഗലത്തെ വേട്ടയാടി അതിന്റെ വയറ്റിൽ നിന്നും ഒരു മോതിരം കൊണ്ടുവരിക. അങ്ങനെയുള്ള സാധാരണ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ ദൗത്യങ്ങൾ. ഈ ഒരു ദൗത്യത്തിനെല്ലാം ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ മണ്ടനായ ഐവാന് എന്തെല്ലാം സംഭവിച്ചു? അവന് സഹായിക്കാനായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരായിരുന്നു അയാൾ? നല്ല അടിപൊളി കഥയായിട്ട്, അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമ, ഒരു കഥ തന്നെയാണിത്. എന്നാൽ നമുക്ക് ഈ കഥ ഒന്ന് കേട്ടു നോക്കുകയല്ലേ? പോയാലോ നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക്. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ ഒരു വലിയ മാന്ത്രിക കുതിര ഒരു വലിയ പാടത്തിലൂടെ ഓടി ഇങ്ങനെ കളിക്കുകയാണ്. സംഭവം കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ? പക്ഷെ അതിന്റെ ഓട്ടത്തിലൂടെ ആ വയല് മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. കർഷകൻ വന്ന് നോക്കുമ്പോൾ വയലാകെ നശിച്ചു കിടക്കുകയാണ്. അയാളിപ്പോ അപായമാണ് ഇങ്ങനെ മുഴക്കുന്നുണ്ട്. അയാളുടെ 3 ആൺമക്കള് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കാവൽ ടെന്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാവലിരിക്കാന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കൂടെ നല്ല ഉറക്കാണ്. ഇളവനായിട്ടുള്ള ഐവാൻ, നമ്മുടെ കഥാനായകൻ, പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. അവന്റെ അടുത്ത് തന്നെ ചെറിയൊരു മുള്ളമ്പന്നി ഉണ്ടായിരുന്നു. അതിനെ പെട്ടെന്ന് കീശയിലേക്ക് ഒളിപ്പിച്ചിട്ട് അവന്റെ ചേട്ടന്മാരെ വിളിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അച്ഛന്റെ അടുത്തേക്ക് പോയി. അച്ഛൻ പിന്നീട് ഈ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ വയൽ മുഴുവൻ ആകെ നശിച്ചു കിടക്കുന്നത്. ഐവാൻ ഇപ്പൊ വെറുതെ അങ്ങ് പറയാണ്, ഇന്നലെ രാത്രി ഇതിലൂടെ ഒരു മുള്ളമ്പന്നി ഓടുന്നു കണ്ടിരുന്നു. ചിലപ്പോ അവനായിട്ടായിരിക്കും ഇത് ചെയ്തത്. ആര് ചെയ്താലും ശരി, ഇന്ന് രാത്രി ആരെങ്കിലും കാവലിരുന്നേ മതിയാവുള്ളൂ, അല്ലാതെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഐവാന്റെ ചേട്ടന്മാരുണ്ടല്ലോ, 2 മടിയന്മാരാണ് ട്രിക്കിലൂടെ ഐവാനെ ഈ ചുമതല അങ്ങ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസം രാത്രി ഒറ്റക്ക് അവനിപ്പോ ആ പാടത്തിലെ കാവൽ ടെന്നിൽ അങ്ങനെ ഇരിക്കുകയാണ്. കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചെറിയ മുള്ളമ്പന്നി ഉണ്ടല്ലോ, അതിനെ അടുത്ത് വെച്ചാണ് അവൻ ഇരിക്കുന്നത്. ചുമ്മാ അതിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയലിൽ വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കാണ്. അവൻ പതിയെ ചെന്ന് നോക്കുമ്പോൾ ഒരു കുതിരയായിരുന്നു. ആഹാ, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കയറെടുത്തിന് നേരെ ആ കുതിരയുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ കുതിരയുടെ ആ ഒരു രൂപവും വലുപ്പെല്ലാം കണ്ട് അവനാകെ ഞെട്ടിപ്പോവാണ്. കാരണം പന പോലെ വളർന്നു നിൽക്കുന്ന ഒരു കുതിര. അവനെ കണ്ടപാട് തന്നെ കുതിര അവിടുന്ന് ഓടിപ്പോവാൻ നോക്കുകയാണ്. പക്ഷെ അവൻ വിട്ടില്ല. അവനിപ്പോ ആ ഒരു ടെന്റിന്റെ മുകളിൽ നിന്നും ഒരു കയർ ഉപയോഗിച്ച് കുതിരയുടെ മേത്ത് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അതവന്റെ ദേഹത്ത് കുടുങ്ങിയോ എന്നൊന്നും അറിയില്ല. കാരണം നല്ല മഞ്ഞുണ്ടായിരുന്നു. കുതിര ഇപ്പൊ അവിടുന്ന് പോയിട്ടുണ്ട്. അവൻ പോയി കുതിര നഷ്ടമായി, അല്ലെങ്കിൽ അത് രക്ഷപ്പെട്ടുപോയി. ആ കയറിന്റെ ഒരറ്റം അവന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് വലിയാണ്. കാരണം അവനെറിഞ്ഞ കയറ് ആ കുതിരയുടെ കഴുത്തിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കുതിരയോടൊപ്പം തന്നെ അവനും പറന്നു പോവാണ്. അവൻ കെട്ടിയ ആ ഒരു ടെന്റും പറന്നു പോവാണ്. പിന്നീട് ഐവാൻ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് മുകളിലേക്ക് അവൻ പൊന്തിയിട്ടുണ്ട്. അവനിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ ആസ്വദിച്ചിങ്ങനെ പോവാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ കുതിര താഴേക്ക് ഇറങ്ങിയപ്പോ ഇവനും താഴേക്ക് വീഴുകയാണ്. നന്നായിട്ട് തന്നെ പരിക്ക് പറ്റി. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം അവന്റെ ബോധം നഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ, കണ്ണു തുറന്നു നോക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരു ദയനീയമായ കരച്ചിൽ. നോക്കുമ്പോ എന്താ, അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു തടാകത്തിന്റെ കമ്പുകൾക്കിടയിൽ ആ കുതിര കുടുങ്ങി കിടക്കുകയാണ്. അതിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ വെള്ളത്തിൽ കുടുങ്ങി ട്രാപ്പ് ആയിട്ടുണ്ട്. പാവം തോന്നിയ ഐവാൻ ആ കയറ് പിടിച്ചിട്ട് അതിനെ വലിച്ച് രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കുതിരയാണ്. അവന്റെ വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഐവാൻ അവിടെ ഉണ്ടായിരുന്ന എന്താ പറയാ, വെള്ളം എല്ലാം എടുക്കാൻ വേണ്ടി വലിയ ചക്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും വയലില്. അതിൽ ഈ കയറ് കുടുക്കിയിട്ട് അത് കറക്കുകയാണ്. അതിലൂടെ കുതിരയ്ക്ക് മുകളിലേക്ക് കയറി വരാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പൊ ആ വലിയ വെള്ളം മാന്ത്രിക കുതിര ഉണ്ടല്ലോ, നമ്മുടെ ഐവാന്റെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കര സങ്കടത്തിൽ കരയാണ്. ഈ സമയത്ത് ഐവാൻ കുതിരയോട് പറയാണ്, നീ കരയേണ്ട കേട്ടോ, നിന്നെ ഞാൻ പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം, എന്റെ വയല് ഇനി നശിപ്പിക്കില്ല എന്ന്. അവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലെ കാട്ടിയിട്ട് ആ ഒരു കുതിര അവിടെ നിന്നും അപ്രത്യക്ഷമായി പോവുകയാണ്. പക്ഷെ ഐവാന് നല്ല പേടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ കുതിരയെ പിടിക്കുന്ന പേരിൽ വയല് ഒന്നുകൂടെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് തന്നെ അവനൊരു പേടിയായിരുന്നു തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ. അവിടെ ഉണ്ടായിരുന്ന ഒരു വൈക്കോൽപുരയിൽ അവൻ കിടന്നങ്ങുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ 2 കുതിര അവന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. മാന്ത്രിക കുതിരയൊന്നുമല്ല, സാധാരണ 2 കുതിരകൾ. ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് ആരോ സംസാരിക്കുന്നതായിട്ട് അവൻ കേൾക്കുകയാണ്. ചെറിയൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ കൂർത്തൊരു കമ്പ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആ ഒരു സംസാരം ഇങ്ങനെ പറയുന്നുണ്ട്, കൂർത്ത ആയുധങ്ങളൊന്നും കയ്യിൽ വെച്ച് നടക്കേണ്ട, അപകടമാണ്. ഇത് പറഞ്ഞ സമയത്ത് അവിടെ ഒരു ജീവി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഐവാൻ കാണുകയാണ്. അതിന് നേരെ പോകുമ്പോൾ ആ ഒരു ജീവി ഒരൊറ്റ ചവിട്ട് കൊടുക്കണം. ഐവാൻ തെറിച്ചു പോയി വീണു. അവന്റെ ബോധം പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് കണ്ണു തുറക്കുമ്പോഴാണ് ആ ജീവി അവൻ കാണുന്നത്, ഒരു കുഞ്ഞിക്കുതിര. നീ ആരാടെന്നിപ്പോ ഐവാൻ ചോദിക്കുമ്പോ, കണ്ടില്ലേ, കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാനൊരു കുഞ്ഞിക്കുതിരയാണ്. അതായത് ഇന്നലെ രാത്രി ഐവാൻ കണ്ട ആ മാന്ത്രിക കുതിര ഉണ്ടല്ലോ, അതിന്റെ കുഞ്ഞാണ് ഈ കുഞ്ഞിക്കുതിര. ഇതിന് സംസാരിക്കാനെല്ലാം കഴിയും. ഒരു മാന്ത്രിക കുതിര തന്നെയാണ്. അതായത് ആ മാന്ത്രിക കുതിര കണ്ടിട്ടുണ്ടായിരുന്നു. ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് അവൻ ആ ഒരു മുണ്ടളമ്പന്നിയോട് സംസാരിക്കുന്നതൊക്കെ. അതോടൊപ്പം തന്നെ അവന് ചില കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് 2 കുതിരകളെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ വയല് മുഴുവൻ നശിച്ചത് കണ്ടിട്ട് ആ കർഷകൻ, അതായത് ഐവാന്റെ അച്ഛൻ കലിതുള്ളി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇത് കണ്ട സമയത്ത് ഐവാൻ ആകെ പേടിച്ച് വിറച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ എന്ന് വിചാരിച്ച് അവനിങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ
കാലിന്റെ ഇടയിലേക്ക് ആ ഒരു കുഞ്ഞു കുതിര വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവനോട് ഇറക്കി പിടിച്ചു നിന്നോ എന്നപ്പോ ആ ഒരു കുതിര പറയാണ്. അതേ നിമിഷം തന്നെ ബുള്ളറ്റ് വിട്ട പോലെ കുതിര ഒരു ഒറ്റ പാച്ചിലങ്ങ് പോവാണ്. മറ്റെവിടെയോ പോയിട്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞ ആ ഒരു വേഗതയിൽ ഐവാന്റെ തല വരെ കറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തപ്പോഴാണ് ഐവാൻ ഒരു കാര്യം ഓർമ്മ വന്നത്. അല്ല, മറ്റു രണ്ട് കുതിര ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഈ സമയത്ത് സംസാരിക്കുന്ന ആ കുതിര പറയാണ്, അതൊക്കെ ചെറിയ കാര്യമല്ലേ. ചെവി പൊത്തിക്കോ എന്നപ്പോ ഐവാന്റെ അടുത്ത് പറയാണ് ഉറക്കനൊരു ഷൂൾ അടിക്കാണ് ഇപ്പൊ ആ സംസാരിക്കുന്ന കുതിര. അതേ നിമിഷം തന്നെ ആ ഷൂളം കേട്ടിട്ട് കുതിരകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ഐവാൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു വിദ്യ എനിക്കൂടെ പഠിപ്പിച്ചു തരുമോ? ഇതേ സമയം സംസാരിക്കുന്ന കുതിര പറയാണ്, തീർച്ചയായിട്ടും പോകെ പോകെ നീ അത് പഠിച്ചോളുന്നു. അങ്ങനെ ആ രണ്ട് കുതിരകളെയും കൂട്ടിയിട്ട് നേരെ പട്ടണത്തിലേക്ക് പോവാണ് ഐവാനിപ്പോ. കാരണം അവന് കൊട്ടാരവും രാജാവ് ചക്രവർത്തി ഇവരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ രണ്ട് കുതിരകളുമായിട്ട് ഐവാൻ നഗരത്തിലൂടെ നടക്കുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് ചോദിക്കുന്നുണ്ട്, നല്ല കുതിരകളാണല്ലോ, വിൽക്കുന്നോ, നല്ല പൈസ തരാം. പക്ഷെ അതൊന്നും നമ്മുടെ ഐവാൻ നോക്കുന്നേ ഇല്ല. അവൻ നേരെ കൊട്ടാരത്തിന്റെ മുന്നിലേക്കാണ് പോകുന്നത്. ഇതേ സമയം തന്നെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചക്രവർത്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നല്ലേ, അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തിയ ഒരു കൊതുകിനെ ഒറ്റയ്ക്ക് നിന്ന് കൊല്ലുകയായിരുന്നു. അതിസാഹസികമായ പോരാട്ടത്തിനൊടുവിൽ രാജാവ് അവസാനം ആ ഒരു കൊതുകിനെ തല്ലി കൊല്ലുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു മഹാവിജയം കണ്ടിട്ട് അവിടെയുണ്ടായ മന്ത്രിമാരൊക്കെ നല്ലത്, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊട്ടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അല്ലാതെ മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാര്യം മനസ്സിലായില്ലേ? ഒരു അരപ്പിരിയനാണ് ഇവിടുത്തെ ചക്രവർത്തി. പിന്നെ ചക്രവർത്തി അവിടെ ഉണ്ടായിരുന്ന തെരുവിനൊക്കെ ഒന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ നായകന്, അതായത് ഐവാനെയും ആ രണ്ട് കുതിരകളെയും കാണുകയാണ്. പെട്ടെന്ന് തന്നെ ചക്രവർത്തിയും അയാളുടെ ആൾക്കാരും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതേ സമയം തന്നെ തെരുവിൽ വെച്ചിട്ട് നമ്മുടെ ഐവാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഈ രണ്ട് കുതിരകളുണ്ടല്ലോ സാധാരണ കുതിരകളല്ല, മാന്ത്രിക കുതിരകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊപ്പിയും മറ്റുമൊക്കെ ഊരി ഇതിനെ ബഹുമാനിക്കണം. അവനത് പറഞ്ഞ സമയത്ത് തന്നെ ആൾക്കാർ മുഴുവൻ അവരുടെ തൊപ്പി ഊരിയാണ്. ഇതെന്താ സംഭവിച്ചത്? വെറുതെ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവരത് ചെയ്തോ അല്ലെങ്കിൽ വിശ്വസിച്ചോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചക്രവർത്തി വന്നിട്ടുണ്ടായിരുന്നു. ചക്രവർത്തിയെ കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നീട് ചക്രവർത്തി അദ്ദേഹത്തിന്റെ കുനിഷ്ഠ മന്ത്രിയോട് ചോദിക്കുകയാണ്, അല്ല ഈ കുതിര അവൻ എവിടുന്നാണ് കിട്ടിയിട്ടുണ്ടാവുക? അല്ലെങ്കിൽ മോഷ്ടിച്ചതായിരിക്കോ? എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കെന്തായാലും അവന്റെ കയ്യിൽ നിന്ന് ഇത് മേടിക്കാം എന്ന് പറഞ്ഞ് ഐവാന്റെ കയ്യിൽ നിന്നും ആ രണ്ട് കുതിരയും മേടിച്ച് പൈസയൊന്നും കൊടുക്കാതെ ചക്രവർത്തി നേരെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ചക്രവർത്തി തിരിച്ചു പോകുന്ന സമയത്ത് ഐവാൻ ഇപ്പോൾ ചക്രവർത്തിയെ നോക്കി ഒരു മണ്ടനെ പോലെ ഇളിച്ചങ്ങനെ ഇരിക്കുകയാണ്. രാജാവ് ചെറുതായിട്ടൊന്ന് ഇളിച്ചു കൊടുത്തു. ഈ സമയത്താണ് നമ്മുടെ ആ ഒരു മാന്ത്രിക കുതിര ചോദിക്കുന്നത്, അല്ല ചങ്ങായെ, നീ ആ കുതിരയെ കൊടുത്തു, വല്ല പൈസയും മേടിച്ചോ? അപ്പോഴാണ് പറ്റിയൊരു അബദ്ധം നമ്മുടെ ഐവാന് മനസ്സിലായത്. കുതിരയെ കൊടുക്കുമ്പോൾ പൈസ മേടിക്കണ്ടേ, അത് മേടിച്ചിട്ടില്ലോ, അയ്യോ അബദ്ധമായി പോയി, നീ ഒന്നും കൂടെ ആ ഷൂൾ അടിച്ചിട്ട് കുതിരകളൊന്നും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കും. അങ്ങനെ ഇപ്പോ ആ സംസാരിക്കുന്ന കുതിര ഉണ്ടല്ലോ അത് ഷൂൾ അടിക്കാണ്. ആ രണ്ട് കുതിരകളും ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഈ കുതിരകൾ പിടിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ പല്ലൊക്കെ ഉന്തിക്കൊണ്ടുവന്ന ആ രണ്ട് ഭടന്മാരുണ്ടല്ലോ അവര് രാജാവിനെയും കൊണ്ട് കുതിരയുടെ പുറകാലെ വരികയാണ്. രാജാവാണെങ്കിൽ ഉറക്കനെ അലറുകയാണ്, ഒന്ന് പതുക്കെ പോടോ എന്നൊക്കെ പറഞ്ഞിട്ട്. മതി, നിങ്ങൾ ആദ്യം പോയി ആ ഒരു കുതിരയെ പിടിക്കുക, എന്നെ വിടടോ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പട്ടാളക്കാർ ആ പല്ലക്ക് ഒരൊറ്റ വിടലാണ്. അത്രയും വേഗത്തിൽ വന്ന ആ ഒരു വണ്ടി ഒറ്റയടിക്ക് വിട്ടാൽ അതിന്റെ ബാലൻസ് പോയില്ല. അത് നിലത്ത് കുത്തി മേലോട്ട് പോന്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി വീഴുകയാണ്. അവിടെ ആകെ അരിപ്പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിലേക്കാണ് ചക്രവർത്തി ചെന്ന് വീണത്. ചക്രവർത്തി ഇപ്പൊ എഴുന്നേൽക്കാണ്. എല്ലാ ആൾക്കാരും ഭയത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ട സമയത്ത് നമ്മുടെ മണ്ടനായ ഐവാന് ചിരി വരികയാണ്. അവൻ നിന്നങ്ങിട്ട് ചിരിച്ചു. ഫ്രണ്ട്സ് സിനിമയിൽ നമ്മുടെ ശ്രീനിയേട്ടൻ ചിരിച്ചില്ലേ, അതുപോലെ തന്നെ ഇത് കണ്ട സമയത്ത് ചക്രവർത്തിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇപ്പൊ ഒരു കുനിഷ്ഠ മന്ത്രിയോട് ചോദിക്കുകയാണ്, ഇവനെ നമുക്ക് അങ്ങ് തട്ടിക്കളഞ്ഞാലോ? ഈ സമയത്ത് അത് കേട്ട മറ്റൊരു മന്ത്രി പറയണേ, ഇക്കാര്യത്തിനൊന്നും ഒരാളങ്ങനെ കൊല്ലാൻ കഴിയില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഐവാൻ ഉണ്ടല്ലോ ചക്രവർത്തിയോട് മാപ്പ് ചോദിക്കുകയാണ്, അല്ല ചക്രവർത്തി, നിങ്ങൾ ഈ കുതിരയെ മേടിച്ചു, എനിക്ക് കാശ് തന്നില്ലല്ലോ, അപ്പൊ അത് ചോദിക്കാനായിട്ടാണ് ഞാൻ കുതിരയെ തിരിച്ചു വിളിച്ചത്. ഇപ്പൊ ചക്രവർത്തി പറഞ്ഞു, ഞാനും അത് മറന്നു പോയതൊന്നും അല്ല, കൊട്ടാരത്തിലേക്ക് പോയിട്ട് ഒന്ന് ചർച്ച ചെയ്തിട്ട് നല്ല കുതിരയല്ലേ, ഇതിന് എത്ര വില തരണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. ഇനി പറഞ്ഞ് എനിക്ക് എത്ര പൈസ വേണം? നല്ലൊരു തുക തന്നെ ഐവാൻ ചോദിക്കുകയാണ്. ഇത് വളരെ കൂടുതലാണ്, ഇതിന് പകരമായിട്ട് നിനക്ക് കൊട്ടാരത്തിൽ ഒരു ജോലി തന്നാൽ മതിയോ? ഇത് കേട്ട സമയത്ത് ഐവാന് ഭയങ്കര സന്തോഷമാവാണ്. കാരണം കൊട്ടാരത്തിൽ താമസിക്കുക, രാജാവിനെ കാണുക എന്നൊക്കെ പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവൻ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതോടൊപ്പം തന്നെ സംസാരിക്കുന്ന ആ ഒരു കുതിര എല്ലാവരുടെ കണ്ണിൽ നിന്നും മറിഞ്ഞാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഐവാന് കൊട്ടാരത്തിനോടും ചക്രവർത്തിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചക്രവർത്തിക്ക് ഐവാനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം നഗരത്തിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അദ്ദേഹത്തെ നോക്കി ചിരിച്ച ആളാണ് ഈ ഐവാന്. ആ ഒരു ദേഷ്യം ഉള്ളിലുണ്ട്. ഇപ്പൊ കുനിഷ്ഠ മന്ത്രിയോട് ചക്രവർത്തി ചോദിക്കുകയാണ്, ഇവൻ ഇല്ലാതാകാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരാൻ പറ്റും നിനക്ക്? ഈ സമയത്ത് കുനിഷ്ഠ മന്ത്രി പറയാണ്, ഒരു വിദ്യയുണ്ട് ചക്രവർത്തിയെ. പിന്നെ അങ്ങ് ആ ഒരു തീപ്പക്ഷിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് പിടിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ദൗത്യം അവന് കൊടുക്കാം. എന്തായാലും അവനെ കൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാര്യം പറ്റാതെ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവനൊരു വധശിക്ഷ കൊടുക്കാം. എന്താ, നല്ല ഐഡിയ അല്ലേ? ഈ ഒരു കാര്യം പിന്നീട് ചക്രവർത്തി ഐവാനോട് പറയാണ്, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ദൗത്യം
ദൗത്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഡ്രസ്സും മറ്റുള്ള വസ്തുക്കളും എല്ലാം എടുക്കുകയാണ്. ഇപ്പൊ സംസാരിക്കുന്ന കുതിര വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഐവാനെ നീ എങ്ങോട്ടേക്കാ പോകുന്നേ? എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവാണോ? ഹേയ്, രാജാവ് പറഞ്ഞിട്ട് ഒരു ദൗത്യത്തിന് വേണ്ടി ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടി പോവാണ്. അല്ലടാ, നീ അത് പിടിച്ചിട്ടില്ലെങ്കിൽ നിന്നെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. ഇപ്പൊ ഐവാൻ പറഞ്ഞു, കൂടിപ്പോയ ഒന്ന് തല വെട്ടും, അത്രയല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ആദ്യം ഒരു കാര്യം ചെയ്യുക, ആ ഒരു തീപ്പക്ഷി എവിടെയാ ഉള്ളതെന്ന് ആ ഒരു ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു അതിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പൊ ആ തീപ്പക്ഷിയെ കുറിച്ച് കുതിര പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇവിടെയൊന്നുമല്ല. അതുള്ള ആ ഒരു സ്ഥലം വളരെയധികം ദൂരെയാണ്, അങ്ങ് ദൂരെ 7 കടലിന്റെ അപ്പുറമുള്ള വലിയൊരു മലയുടെ മുകളിലേക്ക്. അതിനെ അന്വേഷിച്ചു പോയ ഒരാൾ പോലും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അത്രയും കൊടൂര ഭീകരനാണ് ആ ഒരു തീപ്പക്ഷി. അതെല്ലാം പോട്ടെ, എന്റെ കൂടെ നീ ഉണ്ടാവുമല്ലോ, നീ എന്നെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സംസാരിക്കുന്ന ആ ഒരു കുതിരയോട് നമ്മുടെ നായകൻ പറയാണ് ഐവാൻ. അങ്ങനെ ആ കുതിര പറഞ്ഞ് ഒരുപാട് ദൂരെയുള്ള ആ ഒരു മലയുള്ള കാട്ടിലേക്ക് ഐവാനെയും കൂട്ടി കുതിര എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു കാട് തന്നെയായിരുന്നു അത്. അവിടെ എത്തിയ സമയത്ത് ഈ കുതിര പറയാണ്, ഐവാനെ, ആ പക്ഷിയെ പിടിക്കണമെങ്കിൽ നോർമൽ ആയിട്ട് പോയിട്ടൊന്നും പിടിക്കാൻ കഴിയില്ല, അതിനെ ബോധം കെടുതണം, അതിനൊരു വഴിയുണ്ട്. ഇപ്പൊ ആ ഒരു കുതിര മറ്റൊരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അവിടെ കുറച്ച് കടലകൾ നീ കണ്ടോ? ആ കടല കഴിച്ചിട്ടുണ്ടെങ്കിൽ ബോധം നഷ്ടപ്പെടും. അതാ അതിന്റെ അടുത്ത് കുറെ അണ്ണാൻകുട്ടിമാരുണ്ടല്ലോ, അവരെല്ലാം അത് തിന്ന് ആകെ മയങ്ങി ബോധം കെട്ടിയെടുക്കുകയാണ്. ആഹാ, ഇത് തിന്ന ഉറക്കം വരുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കടല എടുത്തിട്ട് നമ്മുടെ ഐവാൻ തിന്നാൻ നോക്കുമ്പോ കുതിര തട്ടിക്കളയാണ്. എടാ മണ്ട, അതെടുത്ത് തിന്നാ നിന്റെ ബോധം പോയില്ലേ? ഓ, ഇതുപോലൊരു മൊയന്തിന്റെ അടുത്തേക്കാണല്ലോ എന്റെ അമ്മ എന്നെ പറഞ്ഞയച്ചത്. പിന്നീട് ഐവാനോട് കുറച്ച് കടല വാരിയിട്ട് കയ്യിൽ വെച്ചിട്ട് വരാൻ പറയാണ്. നേരെ അവര് കാടും കടന്ന് അപ്പുറത്തുണ്ടായിരുന്ന ഒരു മരുഭൂമിയിലേക്ക് പോവാണ്. അതൊരു മരുഭൂമിയാണെങ്കിലും അതിന്റെ ഒരു സ്ഥലം മാത്രം ചെറിയൊരു തടാകവും അതുപോലെ തന്നെ ചുറ്റും കുറച്ച് പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നീട് ആ ഒരു സ്ഥലത്ത് അവര് രാത്രി ആകുന്നത് വരെ കാത്തിരിക്കുകയാണ്. രാത്രി ആയപ്പോ ആ മരുഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഈ കടല മുഴുവൻ അങ്ങ് ഇട്ടുകൊടുത്തു. എന്നിട്ട് അവര് കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും പക്ഷിയൊന്നും കാണാനില്ല. ഈ സമയത്ത് ഐവാൻ പറയാണ്, അല്ല, ഈ സ്ഥലത്ത് പക്ഷിയൊന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ നേരിട്ട് കാണാൻ കഴിയാലോ, എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഈ സമയത്ത് ആ കുതിര അവന്റെ തലയൊന്ന് ചിരിച്ചു നോക്കാൻ വേണ്ടി പറയാണ്. അതായത് ആ ഒരു പക്ഷി താമസിക്കുന്നത് മുകളിലല്ല, മണലിന്റെ അടിയിലാണ്. തീ കത്തുന്ന ശരീരവുമായിട്ട് ആ തീപ്പക്ഷി പുറത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന കടലകൾ മുഴുവൻ എന്താ പറയാ ഭയങ്കര ആർത്തിയോടെ കഴിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സംസാരിക്കുന്ന കുതിര പറയാണ്, എന്തായാലും അത് കഴിച്ചിട്ട് ബോധം കെടട്ടെ, അതുവരെ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കുതിര പതുക്കൊന്ന് കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം തന്നെ കടലകൾ മുഴുവൻ തിന്ന് 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 ആ ഒരു തീപ്പക്ഷിക്ക് ഉറക്കം വരാനായിട്ടുണ്ട്. വാ, ഇത് തന്നെയാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് ആ കുതിരയെ തട്ടി വിളിക്കുന്നുണ്ട് ഐവാൻ. ഇതേ സമയം തന്നെ ഐവാനെ മറ്റൊരാൾ തട്ടി വിളിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ തീപ്പക്ഷി തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് പോയി എന്ന് പറയാലോ. ആ തീപ്പക്ഷി പിന്നീട് ഐവാന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കടല കൂടെ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കുകയാണ്. ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് വന്ന ഒരെണ്ണാൻ കുഞ്ഞ് ആ കടല തട്ടി മേടിക്കാൻ നോക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വരികയാണ് ഈ പറവയ്ക്ക്. ആ ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഐവാനെ കൂടെ ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ് തീപ്പക്ഷി. ഇതേ സമയം തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്ന് നമ്മുടെ സംസാരിക്കുന്ന കുതിര അവനെ രക്ഷിക്കുകയാണ്. പക്ഷെ ആ ഒരു അറ്റാക്കിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മണൽ കുഴിയിലേക്ക് കുതിര ചെന്ന് വീണു. ആ കുഴിയിലേക്ക് വീണ അങ്ങനെ ഒന്നും എഴുന്നേറ്റ് വരാൻ കഴിയില്ല, അത് മണലിന്റെ ഒരു ചതുപ്പായിരുന്നു. ഇപ്പൊ ആ കുതിരയെ രക്ഷിക്കാനായിട്ട് അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളും അതുപോലെ തന്നെ പടച്ചട്ടിയും എല്ലാം എടുത്ത് ധരിക്കുകയാണ്. പക്ഷെ തീപ്പക്ഷി ഉണ്ടല്ലോ ഒരൊറ്റ ഊത്ത് ഊതിയിട്ടുള്ളൂ, അവന്റെ പടച്ചട്ടിയും വാളെല്ലാം ആകെ ഒരുങ്ങി പോവുകയാണ്. ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് ഇപ്പൊ ഐവാൻ. ഇതേ സമയം തന്നെ തീപ്പക്ഷി ഇപ്പൊ നോട്ടിട്ടിട്ടുള്ളത് അവിടെ കൊടിയും കിടങ്ങുന്ന ആ ഒരു സംസാരിക്കുന്ന കുതിരക്ക് നേരെയാണ്. അതിനെ ആക്രമിക്കാനായിട്ട് അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് തീപ്പക്ഷി. ഇതേ സമയം തന്നെ ഐവാന്റെ കയ്യിലുള്ള ആ ഒരു കടല വീണ്ടും തീപ്പക്ഷി ശ്രദ്ധിക്കുകയാണ്. അവന്റെ പിന്നാലെ വീണ്ടും തീപ്പക്ഷി പോവാണ്. അവനിപ്പോ ആ ഒരു കടല വീണ്ടും വീണ്ടും അതിന് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ഐവാൻ ഇപ്പൊ അതിന് ഇട്ടുകൊടുത്തു. അങ്ങനെ ആ ഒരു കടലയും കൂടെ തിന്നപ്പോ ഈ പക്ഷിയുടെ ബോധം പൂർണ്ണമായിട്ടും പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന തടാകത്തിലേക്ക് വീഴുകയാണ്. പിറ്റേ ദിവസം രാവിലെ അതിനെ പിടിച്ച് കെട്ടി ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഐവാൻ ഇപ്പോ. പക്ഷെ ആ ഒരു തീപ്പക്ഷി ഭയങ്കര സങ്കടത്തോടുകൂടെ അവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കരയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ അയ്യോ പാവായിട്ടുള്ള ഐവാന് അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെയും സങ്കടമാവുകയാണ്. അവൻ ആ പക്ഷിയുടെ കെട്ട് മുഴുവൻ അഴിച്ചു കൊടുത്തിട്ട്, നീ നിന്റെ ഇഷ്ടം പോലെ പറന്നു പോയിക്കോ, നിന്നെ ഒരു കോട്ടയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇപ്പൊ ഐവാന്റെ മുഖത്ത് നോക്കി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ആ തീപ്പക്ഷി മുകളിലേക്ക് പറന്നു വരികയാണ്. പോകുന്ന സമയത്ത് അതിന്റെ ഒരു തൂവല് ഐവാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ സംസാരിക്കുന്ന കുതിര പറയാണ്, അല്ല നീ എന്ത് മണ്ടത്തരാണ് കാണിച്ചത്? ഈ പക്ഷിയില്ലാതെ കോട്ടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ രാജാവിനെ എന്നെ കൊന്നുകളയില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ സുരക്ഷിതമായിട്ടുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടോ, നമുക്ക് അവിടെ ജീവിക്കാം. ഇപ്പൊ ഐവാൻ അതിന് എതിർക്കാണ്. അതൊന്നും ആവശ്യമില്ല, ഇതാ ഈ പക്ഷി തന്ന ഈ തൂവലുണ്ടല്ലോ ഇത് മതി രാജാവിനെ കാര്യങ്ങളെ ബോധിപ്പിക്കാനായിട്ട്. അങ്ങനെ അവര് തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷെ നമ്മുടെ ഐവാൻ പറഞ്ഞ ഒരു കാര്യം ആരും വിശ്വസിക്കുന്നില്ല. രാജാവും ജനങ്ങളും കൊനിഷ്ഠമന്ത്രിയും എല്ലാവരും കളിയാക്കാണ്. മാത്രമല്ല അവനെ ശിക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ തൊട്ട് താഴെ തന്നെ സംസാരിക്കുന്ന കുതിരയുണ്ട്. അവനിങ്ങനെ പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാനുള്ള കാര്യങ്ങൾ നോക്ക്, ഞാൻ തന്നെ രക്ഷിക്കാം. ഈ സമയത്ത് ഐവാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, എന്റെ കയ്യിൽ ആ പക്ഷിയുടെ ചിറകുണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കാന്ന്. അങ്ങനെ ആ ഒരു ചിറകെടുത്ത് അവൻ കാണിച്ചു കൊടുക്കണം. പക്ഷെ അന്ന് അവന്റെ കയ്യിൽ നിന്നും ജ്വലിച്ചതുപോലെ ആ ഒരു തൂവൽ ഇപ്പൊ ജ്വലിക്കുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോൾ ആൾക്കാരും ചക്രവർത്തിയും വീണ്ടും അവനെ കളിയാക്കാണ്. മാത്രമല്ല അവന്റെ തല വെട്ടിക്കളയാനായിട്ട് തന്നെ ഒരു ബലിപീഠത്തിൽ കൊണ്ടേ ഇരുത്തുകയാണ് അവനെ. ഇതേ സമയം തന്നെ അടിയിലുണ്ടായിരുന്ന കുതിര പ്ലാൻ ചെയ്യാണ്, ഇനി നിന്നിട്ട് കാര്യമില്ല, മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവനെ രക്ഷിക്കുക തന്നെ. ഇതേ സമയം തന്നെ ചെറുതായിട്ട് മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് നോക്കാണ്. വല്ലാത്തൊരു പ്രകാശം. നോക്കുമ്പോ എന്താ ആ ഒരു തീപ്പക്ഷി അങ്ങോട്ടേക്ക് പറന്നു വന്നിട്ട്
പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഐവാൻ ഉണ്ടല്ലോ ആ പക്ഷിയെ നോക്കിയിട്ട് അവന്റെ കുതിര വിസിലടിക്കുന്നത് പോലെ ഉറക്കനെ വിസിലടിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന്. ഇരുട്ട് മൂടിയ അന്ധകാരത്തിലുണ്ടായിരുന്ന ആ രാജ്യത്തിൽ മുഴുവൻ വല്ലാത്തൊരു പ്രകാശം പരക്കുകയാണ്. ഇരുണ്ട കാർമേഘങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്നെ. ഇതെല്ലാം കണ്ട സമയത്ത് ചക്രവർത്തിക്ക് മറ്റൊന്നും ഇനി ചെയ്യാനുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഉദ്യോഗസ്ഥന്റെ ആ ഒരു ഉടുപ്പും കാര്യങ്ങളും കോട്ടെല്ലാം മേടിച്ച് അത് നേരെ നമ്മുടെ ഐവാന് കൊടുക്കുകയാണ്. ഇപ്പൊ ഐവാൻ ചക്രവർത്തിയോട് ചോദിക്കുകയാണ്, അല്ല എനിക്ക് മാത്രമേ സമ്മാനമുള്ളൂ, ഈ നാട്ടിലെ ജനങ്ങൾക്കൊന്നും ഇല്ലേ? പിന്നെ എല്ലാവർക്കും ഉണ്ട്, ഇന്ന് രാത്രി എല്ലാത്തിന്റെ അടുത്തും കൂടെ അങ്ങോട്ട് വരാൻ പറ. മറ്റൊരു രക്ഷയും ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി വലിയൊരു വിരുന്ന് തന്നെ ചക്രവർത്തി പ്ലാൻ ചെയ്യാണ്. കൊട്ടാരത്തിലേക്ക് എത്തി കുനിഷ്ഠ മന്ത്രിയെ നോക്കിയിട്ട് പറയാണ്, എന്തോ നാടേത്, ഒരു ഐഡിയ പറഞ്ഞു തരുമ്പോ മര്യാദക്ക് പറഞ്ഞു തരണ്ടേ? സത്യം പറഞ്ഞാൽ നിന്റെ തലയാണ് ഇനി വെട്ടേണ്ടത്. ഇത് കേട്ട കുനിഷ്ഠ മന്ത്രി ഉണ്ടല്ലോ ടെൻഷൻ അടിച്ച് പ്രഷർ കയറിയപ്പോ 2 ടാബ്ലറ്റും കഴിച്ചിട്ട് നമ്മുടെ ചക്രവർത്തിയോട് മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കണം. അല്ല ചക്രവർത്തി, ഇന്ന് വരെ നിങ്ങൾ ഒരു പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഒരു മൊയന്തല്ലേ നിങ്ങൾ? ഭയങ്കര കോപത്തില് ചക്രവർത്തി ഇപ്പൊ മന്ത്രിയുടെ മുഖത്ത് നോക്കുകയാണ്. ഇപ്പൊ മന്ത്രി പറയാണ്, അല്ല ചക്രവർത്തിയെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അങ്ങേക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം എന്നൊരു താല്പര്യമുണ്ടെന്ന് വിളംബരം ചെയ്യണം. താല്പര്യമുള്ളത് ഹൈഹിൽ നാട്ടിലെ ആ രാജകുമാരിയാണെന്നും പറയണം. അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം അവനെ ഏൽപ്പിക്കണം. ഈ സമയത്ത് ചക്രവർത്തി പറയാണ്, അത് ഭയങ്കര അപകടം പിടിച്ച കാര്യമല്ലേ, അവൾ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലല്ലോ. ഈ സമയത്ത് കുനിഷ്ഠ മന്ത്രി പറയാണ്, അത് തന്നെയല്ലേ നമുക്കും വേണ്ടത്. എന്തായാലും രാജകുമാരിയെ അവൻ കൊണ്ടുവരാൻ പോകുന്നില്ല, ആ ഒരു കാരണം പറഞ്ഞ് നമുക്ക് അവന്റെ തലവെട്ടാം. പിന്നീട് ആ ഒരു ദൗത്യം നമ്മുടെ ചെക്കനെ ഏൽപ്പിക്കുകയാണ്. ചെക്കൻ അതിനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോൾ കുതിര വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ മോനെ ഇത്തവണത്തെ പോക്ക്? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാണ്. ഇപ്പൊ കുതിര പറയാണ്, എടാ മൊയന്ത നിനക്കെന്താ ബുദ്ധിയില്ലേ? ഹൈഹിൽ രാജകുമാരി ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവളെ തേടി പോകലല്ല, വലിയൊരു മഞ്ഞ പ്രദേശത്തിലെ അതിന്റെ തുഞ്ചത്തുള്ള ഒരു കോട്ടയിലാണ് അവൾ താമസിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ശക്തമായ കാവൽക്കാരും അതോടൊപ്പം തന്നെ കുറെ അപകടങ്ങളും ആ ഒരു സ്ഥലത്തുണ്ട്. അതൊന്നും പ്രശ്നമില്ല, നീ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടു, എന്റെ കൂടെ നീയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു കുതിരയും കൂട്ടിയിട്ട് ഐവാനും പോവാണ്. അവിടെ എത്തിയ സമയത്ത് ഐസ് കൊണ്ടുണ്ടാക്കിയ വലിയൊരു പാലുണ്ടായിരുന്നു. ഇപ്പൊ കുതിരയോട് ഐവാൻ ചോദിക്കുന്നു, അല്ല നീയല്ലേ പറഞ്ഞത് ഇവിടെ ഒരുപാട് കാവൽക്കാരൊക്കെ ഉണ്ടാവുന്നു? ഈ സമയത്ത് കുതിര പറഞ്ഞു, അല്ല 24 മണിക്കൂർ ഇങ്ങനെ നിന്നാ മതിയോ, വല്ല ചോറോ സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടാവുന്നു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, കോട്ടയുടെ കവാടത്തിലേക്ക് നമുക്കങ്ങ് കിടക്കാന്ന് പറഞ്ഞിട്ട് അവർ കിടക്കാൻ വേണ്ടി നോക്കുമ്പോൾ തലയടിച്ച് നമ്മുടെ ഐവാൻ അവിടെ വീഴാണ്. കാരണം അദൃശ്യമായിട്ടുള്ള ഒരു വാൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഐസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള വലിയൊരു വാള്. പക്ഷെ അത് അവർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല, ഒരു കളർലെസ് ആയിട്ടുള്ള സംഭവമല്ലേ. ഇതേ സമയം തന്നെ ഐവാന്റെ കീശയിലുണ്ടായിരുന്ന ആ തീപ്പക്ഷിയുടെ തൂവലുണ്ടല്ലോ അത് പറന്നു പോയിട്ട് ആ ഒരു വാതിലിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. തീയല്ലേ ആ ഐസിനെ മുഴുവൻ ഉരുക്കി കളയാണ്. അപ്പൊ വന്ന ആ ജലപ്രവാഹത്തില് നമ്മുടെ ആ ഒരു സംസാരിക്കുന്ന കുതിരയുണ്ടല്ലോ അവൻ തെറിച്ച് പുറത്തേക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഐവാൻ കോട്ടയുടെ ഉള്ളിലേക്കും പോയിട്ടുണ്ട്. നമ്മുടെ കുതിരയാണെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ചില മഞ്ഞുകൾക്കിടയിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതേ സമയം തന്നെ കോട്ടയുടെ ഉള്ളിലേക്ക് എത്തിയ ഐവാൻ അവിടെ ഒരുപാട് ഐസിന്റെ ബെഡുകൾ കാണുന്നുണ്ട്. ഓരോന്നിലും ഓരോ രാജകുമാരിമാരുണ്ട്. ഇതിലേതാണ് ചക്രവർത്തി ഉദ്ദേശിച്ച ആ കുമാരി എന്ന് അവന് അറിയില്ലല്ലോ. അവന് ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ ആ തീപ്പക്ഷിയുടെ തൂവൽ അങ്ങോട്ടേക്ക് വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള രാജകുമാരിയെ കാണിച്ചു കൊടുക്കുകയാണ്. അവളെ ഇപ്പൊ നമ്മുടെ ഈ ഐവാൻ ഉണർത്തുന്നുണ്ട്. പിന്നീട് രാജകുമാരി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ഈ സമയത്ത് ഐവാൻ പറയുകയാണ്, ഞാൻ സാധാരണ ഒരു യുവാവാണ്, ഇങ്ങോട്ടേക്ക് വന്നത് ചക്രവർത്തിക്ക് ഒരു ആഗ്രഹം നിന്നെ വിവാഹം കഴിക്കണമെന്ന്, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഈ സമയത്ത് രാജകുമാരി ചോദിക്കുകയാണ്, അല്ല ചക്രവർത്തി ഒക്കെ അദ്ദേഹത്തിനെ കാണാനൊക്കെ എങ്ങനെ, സുന്ദരനാണോ, അടിപൊളിയാണോ? ഇപ്പൊ ഐവാൻ പറയാണ്, കാണാൻ സുന്ദരനാണോ എന്നൊക്കെ നോക്കണോ, അദ്ദേഹം ഒരു ചക്രവർത്തിയല്ലേ, അതുപോലെ എന്നൊക്കെ ഇപ്പോ ഈ ഒരു കുമാരിയോട് ഐവാൻ ചോദിക്കുകയാണ്. ഇതേ സമയം തന്നെ ഈ കുമാരി പറയാണ്, എന്നെ ഇതിൽ നിന്നും താഴെ ഇറങ്ങാൻ സഹായിക്കോ? അങ്ങനെ ഇപ്പൊ ഐവാൻ ആ കുമാരിയെ താഴെ ഇറങ്ങാൻ വേണ്ടി സഹായിക്കുകയാണ്. ആ ഒരു സഹായത്തിനിടയിൽ രണ്ടുപേരും കൂടെ തെന്നി താഴേക്ക് വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ രാജകുമാരിയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ് ഐവാൻ. അവനെന്തോ ഒരു വല്ലാത്തൊരു ക്രഷ് തോന്നുകയാണ്. ഇപ്പൊ വേഗം ചാടി എഴുന്നേറ്റ് രാജകുമാരി ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് കോട്ടയുടെ ഒരു തുഞ്ചത്തേക്ക് പോവാണ്. ഇപ്പൊ ഐവാൻ ചോദിക്കുന്നുണ്ട്, കുമാരി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ സമയത്ത് കുമാരി പറയാണ്, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് നല്ലൊരു ചക്രവർത്തി, നല്ലൊരു കുമാരൻ എന്നെ തേടി വരുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ വന്നതോ ചക്രവർത്തി പോട്ടെ, ഒരു മന്ത്രി പോട്ടെ, ഒരു പട്ടാളക്കാരൻ കൂടി അല്ലാത്ത ഒരു സാധാരണക്കാരനാണ്, എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ മലയുടെ മുകളിൽ നിന്നും രാജകുമാരി താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഇത് കണ്ട സമയത്ത് ഒന്നും ആലോചിക്കാതെ നമ്മുടെ ഐവാനും അങ്ങ് എടുത്തു ചാടി. ജന്മനാ മണ്ടനായിട്ടുള്ള ഐവാന് എന്തുകൊണ്ട് രാജകുമാരി ചാടി എന്നതൊന്നും മനസ്സിലായില്ല. അവള് ചാടിയെങ്കിലും അവള് മരിക്കാനൊന്നും പോകുന്നില്ല. അതായത് അവളുടെ ഉടുപ്പുണ്ടല്ലോ അതൊരു പാരച്യൂട്ട് പോലെ ആയിട്ട് അവളിങ്ങനെ പറന്ന് നടക്കുന്നതിലൂടെ. പക്ഷെ ഇപ്പൊ താഴേക്ക് എടുത്ത് ചാടിയ നമ്മുടെ ഐവാൻ ഉണ്ടല്ലോ രാജകുമാരിയും താണ്ടിട്ട് താഴേക്ക് പോവാണ്. രാജകുമാരി ഇപ്പോ അവൻ ചത്തു പോകണ്ട എന്ന് കരുതിയിട്ട് അവനെ കൂടെ രക്ഷിച്ചു. ഇതേ സമയത്ത് തന്നെ രാജകുമാരി ചോദിക്കുന്നുണ്ട്, അല്ല മോയന്തേ ഞാൻ എടുത്ത് ചാടിയത് ഓക്കെ, നീ എന്തിനാണ് എന്റെ കൂടെ ചാടിയത്? അത് പിന്നെ നിങ്ങളെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോ രാജകുമാരിക്ക് എന്തോ ഇഷ്ടം അവനോട് തോന്നുകയാണ്. കാരണം മരിക്കുമെന്ന് പറഞ്ഞിട്ടും ഈ ഒരു ദൗത്യത്തിന് അവൻ എടുത്ത് ചാടിയില്ലേ. ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ കുമാരിയുടെ
കുമാരിയുടെ ആ ഒരു ഉടുപ്പുണ്ടല്ലോ അതിലറിയാതെ തന്നെ നമ്മുടെ ഐവാൻ ചെറിയൊരു ഓട്ടം ഇട്ട് പോവുകയാണ്. രണ്ടുപേരും കൂടെ അതാ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് എവിടെ നിന്നോ സംസാരിക്കുന്ന ആ ഒരു കുതിരച്ചക്കൻ ഉണ്ടല്ലോ അവർ രണ്ട് ചിറകുകളൊക്കെ വെച്ചിട്ട് പറന്ന് പറന്ന് വരികയാണ്. എനിക്ക് ചിറകെല്ലാം മുളച്ചെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് രണ്ടുപേരെയും തൂക്കിയെടുക്കുകയാണ്. പക്ഷെ ആ ഒരു വീഴ്ചയിൽ നമ്മുടെ രാജകുമാരിയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. കുതിരയുടെ പുറത്ത് ഇപ്പൊ രണ്ടുപേരും കയറിയിട്ടുണ്ട്. എന്നിട്ട് കുമാരിയും പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഐവാൻ അങ്ങനെ പറന്നു പോവുകയാണ് ആ കുതിരയുടെ പുറത്തും കയറിയിട്ട്. ഇതേ സമയത്ത് തന്നെ മടിയിലിരിക്കുന്ന കുമാരിയെ കണ്ടിട്ട് അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. ഒന്ന് ചുംബിക്കാൻ വേണ്ടി പോകുമ്പോൾ കുതിര പറയുന്നുണ്ട്, വേണ്ട മോനെ വേണ്ട, ഇത് നിനക്കുള്ളതല്ല. അങ്ങനെ അന്ന് രാത്രി വിശ്രമിക്കാനായിട്ട് അവരൊരു കാട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം തന്നെ കുതിര പറയുന്നുണ്ട്, എടാ നിനക്ക് ആ കുമാരിയെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് എനിക്കറിയാം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, രാജാവിന്റെ അടുത്തേക്കൊന്നും ഈ പെണ്ണിനെ കൂട്ടിയിട്ട് പോകണ്ട, മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് സുഖമായിട്ട് അവളുടെ കൂടെ ജീവിക്കുക. ഈ സമയത്ത് നമ്മുടെ ഐവാൻ പറയാണ്, എനിക്ക് അവളെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ രാജാവിനോട് ദ്രോഹം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല. പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം, മാത്രമല്ല അതുപോലുള്ള ഒരു കുമാരിയെ വിവാഹം കഴിക്കാൻ മാത്രമുള്ള അർഹതയൊന്നും എനിക്കില്ല. എന്തായാലും അടുത്ത ജന്മത്തിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടന്നുറങ്ങുകയാണ്. അവൻ സംസാരിച്ച ഈ കാര്യങ്ങൾ മുഴുവൻ കുമാരി കേൾക്കുന്നുണ്ടായിരുന്നു. എന്തോ അവനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടം തോന്നുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ ഒരു ആത്മാർത്ഥമായ പ്രണയം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ കുമാരിയും കൂടിയിട്ട് നേരെ അവരുടെ രാജ്യത്തിലേക്ക് നിന്ന് തിരിച്ചു പോവാണ് ഇപ്പൊ ഐവാൻ. എന്നിട്ട് ആ തെരുവിലൂടെ കുമാരിയുടെയും കൈയും പിടിച്ചിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഇത് കണ്ട ചക്രവർത്തി ഇപ്പോ ആ കുനിഷ്ഠ മന്ത്രി ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ ഒരുമാതിരി എന്താ പറയാ, ഒരുമാതിരി ഒരു വളിച്ച ചിരിയുമായിട്ട് ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്തായാലും ലാഭം നമുക്ക് തന്നെയല്ലേ, അങ്ങേക്കായിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അവൻ കൊണ്ടുപോകുന്നില്ലേ, എന്തായാലും അങ്ങ് കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റാൻ തടിയായിട്ട് അങ്ങനെ ജീവിക്കുകയല്ലേ, നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം എന്നൊരു ഭാവത്തില് കുനിഷ്ഠ മന്ത്രി നോക്കിയിട്ട് ചക്രവർത്തി അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ ഭയങ്കര ആദരവോടെ നമ്മുടെ ഐവാനെ നോക്കുകയാണ്. കാരണം ചക്രവർത്തി കൊടുത്ത എല്ലാ ദൗത്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ചെറുപ്പക്കാരികളായിട്ട് പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഐവാനെ നോക്കിയിട്ട് എന്താ പറയാ ഒരു സ്വപ്ന പുരുഷനായിട്ടൊക്കെ കാണുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ രാജകുമാരിക്ക് വല്ലാത്തൊരു അസൂയ മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കാണിച്ചില്ല പുറത്തേക്ക്. പിന്നീട് ഐവാൻ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ വലിയൊരു ദൗത്യം വിജയിച്ചു വന്നതല്ലേ, രാജാവ് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് പാരിതോഷികം അവനിപ്പോഴും കൊടുക്കുകയാണ്. പക്ഷെ ഇത്തവണ ഐവാന് വലിയ സന്തോഷമൊന്നും ആയില്ല. രാത്രിയായി എപ്പോഴും ആ കുമാരിയുടെ ചിന്ത മാത്രമാണ്. അവനിപ്പോ ആരും അറിയാതെ അവളിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് ആരും അറിയാതെ പോവുകയാണ്. അവനെ കണ്ട സമയത്ത് കുമാരിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിരുന്നാലും രണ്ടുപേരും അവരുടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞില്ല. പിന്നീട് ഐവാൻ കുമാരിയോട് പറയാണ്, പിന്നെ എന്തായാലും ചക്രവർത്തിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവല്ലേ, എല്ലാവിധ വിവാഹ ആശംസകളും ഞാൻ നൽകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയം മാറ്റണം അവനിപ്പോ. അതേസമയം തന്നെ അവളുടെ മുറിയിലേക്ക് ആരോ കയറി വന്നപ്പോ ഐവാൻ ഇപ്പോ അവിടെ നിന്നും തള്ളി താഴെയിടാണ് കുമാരി. അങ്ങോട്ടേക്ക് പോകുന്നത് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് വസ്ത്രങ്ങളുമായിട്ട് കുറച്ച് ആൾക്കാരായിരുന്നു. അവരൊരുപാട് വസ്ത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ കുമാരിക്ക് അങ്ങനെ ഇഷ്ടമാകുന്നില്ല. അവള് പിന്നീട് തെരഞ്ഞെടുത്തത് അവൾക്ക് വസ്ത്രവുമായി വന്ന ആ വ്യാപാരി ഉണ്ടല്ലോ അയാളുടെ വസ്ത്രം തന്നെയായിരുന്നു. വല്ലാത്തൊരു കൊള്ളക്കാരനെ പോലെയുള്ള വസ്ത്രം. പിന്നീട് അതും ധരിച്ചുകൊണ്ടാണ് അവള് നേരെ രാജാവിനെ കാണാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പോകുന്നത്. അവളിപ്പോ ഭയങ്കര ഗെറ്റബിൾ വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഇത്രയും കാലം പെണ്ണ് നോക്കിയിട്ട് പെണ്ണ് കിട്ടാത്ത നമ്മുടെ ചക്രവർത്തി നല്ല ഒരുങ്ങി കുട്ടപ്പനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഈ ഒരു കുമാരി ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിയിട്ട് നീയാണ് ചക്രവർത്തി, നീയാണ് ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മനഃപൂർവ്വം തന്നെ യഥാർത്ഥ ചക്രവർത്തിയെ അപമാനിക്കുകയാണ്. ഇതെല്ലാം കണ്ട സമയത്ത് ചക്രവർത്തിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അവസാനം ഇപ്പോ ചക്രവർത്തി ആയിട്ട് തന്നെ പറയാണ്, ഞാനാടോ ചക്രവർത്തി. ഇപ്പൊ നമ്മുടെ കുമാരി പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ തന്നെയാണ് ചക്രവർത്തി, കാരണം നിങ്ങളുടെ ഈ ഒരു ലുക്കൊന്നും ഇവിടെ മറ്റാർക്കും ഇല്ല. ഓ ഭയങ്കര ഒരു ആഢ്യത്യം തന്നെ. ഇതെല്ലാം കേട്ട സമയത്ത് ചക്രവർത്തിക്ക് ചെറുതായിട്ടൊന്നും പൊലിവാവുകയാണ്. രാജകുമാരിയുടെ കൈയും പിടിച്ച് നേരെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോയിട്ട്, കുമാരി നമുക്ക് നാളെ തന്നെ കല്യാണം കഴിച്ചാലോ. ഇതേ സമയം തന്നെ കുമാരിക്ക് ഒരു കാര്യം മനസ്സിലായി, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാണ്, അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ട്രിക്ക് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ കല്യാണം പെട്ടെന്ന് നടക്കും. പിന്നീട് കുമാരി പറയാണ്, എന്റെ മുത്തശ്ശി എനിക്കൊരു മോതിരം തന്നിട്ടുണ്ടായിരുന്നു, അത് വലിയൊരു കടലിൽ വീണ് പോയിട്ടുണ്ട്, ഇന്ന് വരെ അത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതെനിക്ക് തിരിച്ചു കൊണ്ടുതരാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ വിവാഹം നടത്താം. ഇത് കേട്ടപ്പോൾ തന്നെ ചക്രവർത്തി കാര്യം മനസ്സിലായി. തേച്ച് നല്ല രീതിയിൽ തന്നെ തേച്ചൊട്ടിച്ച്, കാരണം ആ ഒരു മോതിരം ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കഥാനായകൻ ഐവാൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പറയാണ്, ആർക്കും എടുക്കാൻ പറ്റാത്ത മോതിരല്ലേ, അത് ഞാൻ തന്നെ കൊണ്ടുതരാം. രാജാവ് അതിനിപ്പോ സമ്മതിക്കുകയാണ്. കാരണം കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. പിന്നെ ഈ ഒരു ദൗത്യത്തിന് നമ്മുടെ മച്ചാനെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ കാഞ്ഞു പോകുന്ന ചക്രവർത്തി മനസ്സിൽ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് അവൻ പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഐവാൻ കിടന്നുറങ്ങുമ്പോൾ അവന്റെ അടുത്തുണ്ടായിരുന്ന സംസാരിക്കുന്ന കുട്ടി കുതിരയുണ്ടല്ലോ, ആ കുതിര ഇപ്പോൾ അവന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മേ, ഇവന്റെ അടുത്തേക്ക് നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടത് ഇവനെ നേർവഴിക്ക് നയിക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അല്ലേ, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ മൊയന്ത് കേൾക്കുന്നില്ല, എപ്പോഴും അപകടത്തിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന്, ഞാൻ എന്താ ചെയ്യുക. ഇപ്പൊ ഇതാ കടലിൽ പോയ കുമാരിയുടെ മോതിരം വീണ്ടെടുക്കാൻ വേണ്ടി പറയുന്നു, ഞാനിപ്പോ എങ്ങോട്ടേക്ക്
കൊണ്ടുപോകുന്നേ, അമ്മ തീർച്ചയായിട്ടും എന്നെ സഹായിക്കണം. ഇതേ സമയം തന്നെ ആകാശത്തിലൂടെ ഒരു വലിയ തിമ്മിങ്കലം ഉണ്ടല്ലോ, അതിന്റെ ഒരു വല്ലാത്ത രൂപം ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് ഈ കുട്ടിക്കുതിര കാണുകയാണ്. അവന് വേഗം തന്നെ ആ ഒരു വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് ആകാശത്തേക്ക് നോക്കുകയാണ്. അവന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താണിത്, എങ്ങോട്ടേക്കാണ് ഞാൻ പോകേണ്ടത്? അങ്ങനെ കടലിലെ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അവന്റെ അമ്മ. മാത്രമല്ല ഒരു വലിയ തിമ്മിങ്കലം ഉണ്ട്, അതിന്റെ അടുത്തേക്ക് പോയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മേഘങ്ങൾക്കിടയിലൂടെ ഒരു വഴി ഇങ്ങനെ തുറന്നു വരികയാണ്. എല്ലാം അവന്റെ അമ്മ തന്നെയാണ് അവന് കാണിച്ചു കൊടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഐവാനുമായിട്ട് ഈ പറക്കുന്ന കുതിരയുണ്ടല്ലോ, മീൻസ് അവന്റെ സംസാരിക്കുന്ന കുതിര അങ്ങനെ പറന്നു പോവാണ് ആ ഒരു കടലിന്റെ ഭാഗത്തേക്ക്. അവരുടെ ലക്ഷ്യം ആ വലിയ തിമ്മിങ്കലത്തെ കണ്ടുപിടിക്കലാണ്. കാരണം അതിന്റെ വയറ്റിലാണ് ആ മോതിരം ഉള്ളതെന്ന് കുതിര ഇപ്പോ ഐവാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് അവരെത്തിയിട്ടുണ്ട്. കടലിന്റെ ഒരു ഭാഗത്ത് വെച്ച് നമ്മുടെ കുതിരയുടെ ബാലൻസ് തെറ്റിയിട്ട് അവൻ താഴേക്ക് വീഴാണ്. അതോടൊപ്പം തന്നെ ഐവാനും ആ ഒരു കടലിലേക്ക് വീണ് പോയിട്ടുണ്ട്. കടലിലേക്ക് വീണ് കണ്ണ് തുറക്കുമ്പോഴാണ് ഐവാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരുപാട് വലിയ വലിയ ചങ്ങലകൾ ഇങ്ങനെ കടലിലൂടെ പരന്ന് കിടക്കാണ്. അവൻ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് നീന്തി വന്ന് നോക്കുമ്പോ എന്താ, ആ ചങ്ങലകൾ കൊണ്ട് ഇവര് തേടി വന്ന വലിയ തിമ്മിങ്കലത്തെ ആരോ കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് ഈ വലിയ തിമ്മിങ്കലം ഉണ്ടല്ലോ, കടലിലൂടെ പോകുന്ന ഒരുപാട് 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 കപ്പലുകളെ വിഴുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചങ്ങലകൾ ഉപയോഗിച്ച് ഇവൻ ഇവിടെ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ തിമ്മിങ്കലം ഇപ്പൊ എന്തൊരു കാര്യം ഇവരടുത്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഐവാനുണ്ടോ അത് മനസ്സിലാവുന്നു, അവന്റെ ഒരു മനുഷ്യനല്ലേ. പക്ഷെ മൃഗങ്ങളുടെ ആ ഒരു ഭാഷ ആർക്ക് മനസ്സിലാവും? ഒരു മൃഗത്തിന് മനസ്സിലാവും. സംസാരിക്കുന്ന കുതിരയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു തിമ്മിങ്കലത്തിന്റെ കണ്ണിന്ന് കണ്ണീരെല്ലാം ഒഴുകുന്നുണ്ട്. അതിന് രക്ഷപ്പെടണം, എത്രയോ വർഷങ്ങളായിട്ട് അതിനിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കാര്യം ഇപ്പൊ ഐവാനോട് കുതിര പറയുന്ന സമയത്ത് ഐവാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തിപ്പോ ചെയ്യുക. അതേസമയം തന്നെ ഐവാൻ അറിയാതൊന്ന് തുമ്മിപ്പോവാണ്. അപ്പൊ അവനൊരു ഐഡിയ തോന്നി, നമ്മളത് തുമ്മുമ്പോ തന്നെ ഇത്ര വലിയ ഇളക്കം നമുക്ക് വരികയാണെങ്കിൽ ഈ ഒരു തിമ്മിങ്കലത്തെ കൊണ്ട് ഒന്ന് തുമ്മിച്ചാലോ. ഇപ്പൊ ഐവാനും കുതിരയും കൂടെ നേരെ അതിന്റെ മൂക്കിന്റെ ഉള്ളിലേക്ക് പോവാണ്. കുതിര ഇപ്പൊ അവന്റെ ചിറക് ഉപയോഗിച്ചിട്ട് അതിന്റെ മൂക്കിൽ വല്ലാത്ത രീതിയിൽ കിക്കിളിയെല്ലാം ആകുന്നുണ്ട്. അങ്ങനെ അവസാനം ആ വലിയ തിമ്മിങ്കലം ഉണ്ടല്ലോ ഒരൊറ്റ തുമ്മലാണ്. ആ ഒരു ഫോഴ്സിൽ ചങ്ങലകളൊക്കെ ആകെ ഇളകി പറഞ്ഞു വരികയാണ്. മാത്രമല്ല നമ്മുടെ ഐവാനും കുതിരയെല്ലാം പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ തിമ്മിങ്കലം വിഴുങ്ങിയ വലിയ വലിയ കപ്പലുകളൊക്കെ അത് പുറത്തേക്ക് ഛർദ്ദിച്ചിടുകയും കൂടെ ചെയ്യുകയാണ്. പിന്നീട് രക്ഷപ്പെട്ട ആ ഒരു തിമ്മിങ്കലം ഉണ്ടല്ലോ ഐവാനോട് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ സമയത്താണ് ഐവാൻ ചോദിച്ചത്, അല്ല മോതിരം തേടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? മോതിരം ചോദിച്ചില്ലല്ലോ. അപ്പോൾ തന്നെ ഒരു ഞണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഐവാന് നേരെ ഒരു മോതിരം എറിഞ്ഞു കൊടുക്കുകയാണ്. തിമ്മിങ്കലത്തെ രക്ഷിച്ചതിന് പാരിതോഷികമായിട്ട് ഈ ഒരു മോതിരം അവൻ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞണ്ട് ഇപ്പൊ അവിടുന്ന് പോവുകയാണ്. ആ മോതിരം കിട്ടിയ സമയത്ത് ആദ്യം ഐവാന് സന്തോഷമായെങ്കിലും പിന്നീട് സങ്കടം വരികയാണ്. മോതിരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രവർത്തി അവളെ വിവാഹം കഴിക്കും, പിന്നീട് ഒരിക്കലും തനിക്ക് അവളെ കാണാൻ കഴിയില്ല. ഭയങ്കര ദുഃഖത്തോടെ അവൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. പക്ഷെ ആരും കാണാതെ തന്നെ രാജകുമാരിയുടെ മുറിയിലേക്ക് പമ്മി പമ്മി അവൻ പോവാണ്. ഇപ്പൊ കുതിര പറയുന്നതിന്റെ മോനെ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ അതൊന്നും ഇപ്പൊ ഐവാൻ കേട്ടില്ല. ഇതേ സമയം തന്നെ കുനിഷ്ഠ മന്ത്രി ഈ കുതിരയുണ്ടല്ലോ അതിലൂടെ പോകുന്നതും സംസാരിക്കുന്നതൊക്കെ മന്ത്രി കേൾക്കുന്നുണ്ടായിരുന്നു. കുനിഷ്ഠ മന്ത്രി ഇതേ സമയം തന്നെ കുമാരിയുടെ മുറിയിലേക്ക് എത്തി ഐവാൻ ഇപ്പൊ പറയാണ്, ഇതാ നിന്റെ മോതിരം, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു കുമാരിക്കും, അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവരുടെ സംസാരം മറ്റുള്ളതൊക്കെ കേട്ട ഈ കുനിഷ്ഠ മന്ത്രി ഉണ്ടല്ലോ ബടന്മാരെയും കൂട്ടി വന്നിട്ട് ഐവാനെ പിടിച്ചു കെട്ടാണ്. അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് വന്ന ചക്രവർത്തി ഉണ്ടല്ലോ മട്ടുപ്പാവിൽ നിൽക്കുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ കുട്ടിക്കുതിരയെ കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഒരു ഭയം തോന്നി, അതിനെ വെട്ടി വീഴ്ത്തുകയാണ്. അതിപ്പോ നമ്മുടെ ഐവാൻ നേരിട്ട് കണ്ടു. അവന്റെ മനസ്സാകെ തകർന്നു പോയി എന്ന് പറയാലോ. ഇതേ സമയം തന്നെ കുതിര നിലത്തേക്ക് നിലം പൊത്തി വീഴുന്നുണ്ട്. കുതിര ചത്തുപോയെന്ന് അവന് മനസ്സിലായി. അവന് പിന്നീട് തുറങ്ങിൽ കൊണ്ടേ അടക്കാണ്. വൈകാതെ തന്നെ അവന് വധശിക്ഷ നടപ്പിലാക്കാൻ പോകും. അതോടൊപ്പം തന്നെ ചക്രവർത്തിയുടെ വിവാഹവും നടക്കാൻ പോവാണ്. ഇതേ സമയം തന്നെ കുമാരി ഭയങ്കര സങ്കടത്തിലാണ്. എങ്ങനെ അവനെ രക്ഷിക്കും? തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ബുദ്ധിമുട്ട് മുഴുവൻ അവൻ സഹിക്കുന്നത്. അതേസമയം തന്നെ കുമാരിയുടെ അടുത്തേക്ക് ഒരു ചെറിയ കോഴിക്കുഞ്ഞ് വരികയാണ്. ഒരു വഴികാട്ടിയായിരുന്നു ആ കോഴിക്കുഞ്ഞ്. അവളെയും കൂട്ടിക്കൊണ്ട് തന്നെ തെരുവിലേക്ക് പതിയെ ആ കുഞ്ഞു പോവാണ്. അത് നേരെ കൊണ്ടുപോയത് ആ കുട്ടിക്കുതിരയുടെ അടുത്തേക്കായിരുന്നു. അതായത് നമ്മുടെ കുതിര ഇപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. അവനെ കണ്ടപ്പോൾ രാജകുമാരിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഇതേ സമയം തന്നെ ആ കുതിര ചോദിക്കുകയാണ്, എന്റെ ഐവാൻ എന്ത് പറ്റി? അവൻ എവിടെയാണുള്ളത്? നടന്ന കാര്യങ്ങൾ മുഴുവൻ പിന്നീട് രാജകുമാരി പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് ആ കുതിര ഭയങ്കര സങ്കടത്തിലാവുകയാണ്. ഇതേ സമയം തന്നെ രാജകുമാരി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഇപ്പൊ ഒരു പ്ലാൻ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജാവിനോട് ഇപ്പൊ അവളൊരു കാര്യം പറയാണ്, പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതായത് അങ്ങേക്ക് കുറച്ച് പ്രായമായിട്ടുണ്ടല്ലോ, നമ്മുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മരിച്ചു പോകുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. ഇനി അങ്ങാനും വിട്ടുപോയാൽ ഞാൻ ആകെ ഒറ്റക്കായി പോയില്ലേ, എനിക്കത് ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് തന്നെ താങ്കള് നല്ല യുവത്വത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? അല്ല ഞാൻ ഇപ്പൊ കിളവനായില്ലേ, എങ്ങനെ യുവത്വത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും? നിന്റെ കയ്യിൽ വല്ല ഉപായം ഉണ്ടോ? ഈ സമയത്ത് നമ്മുടെ കുമാരി പറയണം, പിന്നെ ഒരു അടിപൊളി വിദ്യ തന്നെ എന്റെ കയ്യിലുണ്ട്, എന്റെ അമ്മച്ചി പറഞ്ഞതാണ്. ഒരു 3 വലിയ ചെമ്പ് എടുക്കണം. ആദ്യത്തെ ചെമ്പിൽ തിളക്കുന്ന വെള്ളം, രണ്ടാമത്തെ ചെമ്പിൽ തണുത്ത ഐസ് കട്ട പോലത്തെ വെള്ളം, മൂന്നാമത്തെ ചെമ്പിൽ തിളക്കുന്ന പാല്. 3 ചെമ്പിലും കൂടെ നിങ്ങൾ ഇങ്ങനെ മുങ്ങി എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു യുവാവായിട്ട് മാറും. ഇപ്പൊ ചക്രവർത്തി കുമാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, അല്ല മോളെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുട്ട പൊഴിഞ്ഞതുപോലെ ആയി പോലെ ഞാൻ. ഈ സമയത്ത് കുമാരി പറയുന്നുണ്ട്, എനിക്കത് തന്നെയാണ് വേണ്ടത്.
ചക്രവർത്തി ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. ഈ സമയത്ത് കുമാരി പറയാണ്, അതല്ല ചക്രവർത്തി, പ്രണയത്തിനായിട്ട് നിങ്ങൾ എന്താ ഒന്നും ചെയ്യില്ലേ? അതൊക്കെ ചെയ്യാം, പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനിൽ ചക്രവർത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ കുനിഷ്ഠ മന്ത്രി അങ്ങോട്ടേക്ക് വരണം. മന്ത്രി ഒരു കാര്യം പറയാണ്, അങ്ങേക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് നടത്തിക്കൂടെ? ആദ്യം നമുക്ക് ഈ ഒരു കാര്യം അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം, ഐവാനെ കൊണ്ട്. അവനൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെങ്കിൽ അങ്ങേക്ക് അതും ചെയ്യാം. എന്താ, നല്ല ഐഡിയ അല്ലേ? ഇത് കേട്ട സമയത്ത് കുമാരി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കുഴിച്ച കുഴിയിൽ താൻ തന്നെ പോവുകയാണോ? പക്ഷെ രാജകുമാരി പറഞ്ഞ ഈ ഒരു വിദ്യ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിലുള്ള വിദ്യ തന്നെയായിരുന്നു. ഒരു വൃദ്ധന് യൗവനത്തിലേക്ക് വരാനുള്ള ഒരു മാന്ത്രിക വിദ്യ. ഈ ഒരു കാര്യം എല്ലാം പോയിട്ട് കുതിരയോട് ഇപ്പൊ രാജകുമാരി പറയാണ്, പക്ഷേ ആ ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തിളച്ച വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് ഈ കുമാരിയുടെ മോതിരം ഉണ്ടല്ലോ അത് ഇടണം. അതുപോലെ തന്നെ അതിനുശേഷം തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലേക്ക് ആ ഒരു തീപ്പക്ഷിയുടെ ഒരു തൂവലും കൊണ്ടുവന്നിടണം. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ തിളക്കുന്ന പാലിൽ ആ ചെമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അതിലേക്ക് ലോകത്തിലെ വിശിഷ്ടമായിട്ടുള്ള ഒരു പൂവുണ്ട്, അത് ചെന്ന് വീഴണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി വിജയിക്കുകയുള്ളൂ. കാര്യങ്ങളൊക്കെ ഇപ്പൊ കുതിരയോട് രാജകുമാരി സംസാരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ 2 വസ്തുക്കളുണ്ട്, മോതിരമുണ്ട്, അതുപോലെ തന്നെ തീപ്പക്ഷിയുടെ ചിറകുണ്ട്. പക്ഷെ മൂന്നാമത്തെ ആ ഒരു പൂവ് ഇവിടെ ഇല്ലല്ലോ. ഭൂമിയുടെ മറുഭാഗത്താണ് ആ പൂവ് ഉള്ളത്. പക്ഷെ ഐവാന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നീ തീർച്ചയായിട്ടും ആ പൂവ് കൊണ്ടുവരണമെന്ന് കുതിരയോട് പറയണം. കാരണം നിനക്ക് പറക്കാനെല്ലാം കഴിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുമാരി അവിടുന്ന് പോവാണ്. കുമാരി പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ കിടക്കുന്ന നമ്മുടെ കുതിരയെ കാണിക്കുന്നത്. അതായത് അവനിനി പറക്കാൻ കഴിയില്ല, കാരണം വെട്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ ചിറകിലാണ്. പക്ഷെ ഐവാനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് സകല വേഗതയെടുത്ത് ആ കുതിരയുണ്ടല്ലോ ഓടി ഓടി പോവാണ്, അതിന് കഴിയുന്ന അത്രയും വേഗത്തില്. പക്ഷെ ആ ഒരു ഓട്ടത്തിനിടയിൽ നമ്മുടെ കുതിരച്ചക്കനുണ്ടല്ലോ ഒരുപാട് തവണ വീഴാണ്. പക്ഷെ വീണ്ടും അവൻ എഴുന്നേൽക്കാണ്, ഐവാനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ഭൂമിയുടെ മറുഭാഗത്തേക്ക് നമ്മുടെ ചെക്കനെത്തുകയാണ്. ഇതേ സമയം തന്നെ പട്ടാളക്കാർ ഇപ്പൊ ഐവാനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ചെമ്പിലേക്ക് ഇട്ട് പരീക്ഷണം നടത്താനായിട്ട്. ഇപ്പൊ അവിടെ കൂടി നിന്ന് ജനങ്ങളൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇവനെ ശിക്ഷിക്കാൻ പോവാണല്ലോ, എന്തിനാണ് അവനെ ശിക്ഷിക്കുന്നത്? അവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമല്ല ചില ജനങ്ങൾ പറയുന്നുണ്ട്, അവനക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ഇപ്പോ ഐവാന് സംസാരിക്കാനായിട്ട് ഒരു അവസരം കൊടുക്കുകയാണ് ചക്രവർത്തി. പക്ഷെ ഐവാൻ അവന്റെ ജീവന് വേണ്ടി യാചിക്കുകയോ അങ്ങനെ ഒന്നുമല്ല ചെയ്തത്. അവനിങ്ങനെ സംസാരിക്കുകയാണ്, എനിക്ക് എന്ത് ആപത്ത് വന്നാലും എന്നെ രക്ഷിക്കാനായിട്ട് എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ആപത്തിൽ പെട്ടിട്ടും എന്നെ രക്ഷിക്കാൻ അവൻ വന്നിട്ടില്ല. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അവൻ ഇല്ലാതായപ്പോഴാണ് അവന്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. അവനില്ലാതെ എനിക്ക് ആവില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് പ്രണയിച്ച ഒരാള് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അവനിപ്പോ കുമാരിയെ നോക്കുന്നുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഇനി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ചക്രവർത്തി പറയണം, മതി മതി നിന്റെ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് അവനെ തള്ളിയിടുകയാണ്. തിളച്ചു മറിയുന്ന വെള്ളമുള്ള ആ ചെമ്പിലേക്ക് ഐവാൻ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കുമാരി അവളുടെ മോതിരം ഓരിയിട്ട് ആ ഒരു ചെമ്പിലേക്ക് എറിയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ചെമ്പിന്റെ ഉള്ളിൽ നിന്നും അവൻ തെറിച്ചു പോയിട്ട് രണ്ടാമത്തെ ചെമ്പിലേക്ക് വീഴാണ്. അതിലുള്ളത് എന്താ, ഭയങ്കര തണുത്തുറഞ്ഞ വെള്ളമാണ്. അവൻ അതിലേക്ക് വീണ സമയത്ത് തന്നെ ആ ഒരു തീപ്പക്ഷി ഉണ്ടല്ലോ അത് മുകളിലൂടെ ഇങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തൂവല് അതിലേക്ക് ചെന്നങ്ങ് വീഴാണ്. അതേ നിമിഷം തന്നെ രണ്ടാം ഘട്ട ആ ഒരു ചടങ്ങും അവൻ പൂർത്തിയാക്കിയിട്ട് നേരെ പോയിട്ട് തിളക്കുന്ന പാലിലേക്ക് വീഴാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രാജകുമാരി മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കുതിരച്ചക്ക എത്രയും പെട്ടെന്ന് ആ ഒരു പൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം തന്നെ ഭൂമിയുടെ മറുഭാഗത്ത് കുതിരച്ചക്കൻ ഇപ്പോ ആ ഒരു എന്താ പറയുക പൂവില്ലേ, മാന്ത്രിക പൂവ്, അതിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിപ്പോ കുതിരയോട് പറയാണ്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൂ പറിക്കുന്നത്? അവനെ യുവത്വത്തിലേക്ക് കൊണ്ടുവരാനും അവന്റെ ജീവൻ രക്ഷിക്കാനും നിനക്ക് കഴിയും. പക്ഷേ ഈ പൂ പറിക്കുന്ന നിന്റെ ജീവൻ നഷ്ടമാകും. ഈ സമയത്ത് കുതിര പറയുകയാണ്, എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഈ പൂ മതി എന്ന് പറഞ്ഞിട്ട് ആ പൂ ആ കുതിര പറിക്കുകയാണ്. ഇതേ സമയം തന്നെ ചക്രവർത്തിയുടെ ആ ഒരു രാജ്യത്തിൽ എല്ലാവരും ആകെ പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം പാലിലേക്ക് വീണ് ഐവാന് ഇതുവരെയായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കുമാരി ഭയങ്കര ഭയത്തിലാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കുതിര എങ്ങനെയുണ്ട് ആകാശത്തോടെ പറന്നു കിടക്കുന്നു. അതിന്റെ കയ്യിൽ നിന്നും ഒരു പൂ ഇപ്പോൾ ആ ഒരു ചെമ്പിലേക്ക് വന്ന് വീഴാണ്. തിളക്കുന്ന പാലുള്ള ആ ചെമ്പിലേക്ക് അത് അതിൽ വീണ അതേ നിമിഷം തന്നെ നമ്മുടെ കുമാരനുണ്ടല്ലോ അതിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വരികയാണ്. അവൻ പുറത്തേക്ക് വന്നപ്പോൾ മുന്നത്തേതിനേക്കാൾ സുന്ദരനായിട്ട് ആഡംബരമായ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് ചക്രവർത്തിയുടെ കണ്ണ് തള്ളി പോവാണ്. ഇവരെല്ലാം പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ ചക്രവർത്തിക്ക് മനസ്സിലായി. ചക്രവർത്തി വേഗം തന്നെ തിളക്കുന്ന ആദ്യത്തെ ചെമ്പിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. എന്താ സംഭവിക്കുക, നന്നായിട്ട് ആസനം എല്ലാം അങ്ങോട്ട് പൊള്ളുകയാണ്. മാത്രമല്ല അതിലൊരു ബബിൾ ഉണ്ടായിട്ട് ആ ബബിളിൽ കുടുങ്ങിയിട്ട് നമ്മുടെ ചക്രവർത്തി മുകളിലേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ്. അവിടെയുള്ള ജനങ്ങളും എല്ലാവരും നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ക്രോധം കൊണ്ട് ചക്രവർത്തി എല്ലാവരും നോക്കി പറയാണ്, ഞാനെങ്ങാനും താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും തല ഞാൻ വെട്ടിക്കളയും. പക്ഷെ ചക്രവർത്തിക്ക് താഴേക്ക് വരാൻ കഴിഞ്ഞില്ല. ചക്രവർത്തി മറ്റെങ്ങോട്ടേക്കോ പറന്ന് പോവാണ്. ഇപ്പൊ ഈ രാജ്യത്തിന് ഒരു ചക്രവർത്തി ഇല്ലാതായില്ലേ. അപ്പൊ ജനങ്ങളൊക്കെ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഇപ്പൊ നമ്മുടെ രാജകുമാരി വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ഐവാന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. അതായത് അടുത്ത ചക്രവർത്തി നമ്മുടെ ഐവാൻ തന്നെയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ കുതിരച്ചക്കനുണ്ടല്ലോ ഒരു ചെറിയ കുഴിയിൽ പോയി കിടന്നിട്ട് എന്റെ ജീവിത ലക്ഷ്യം തീർന്നിരിക്കുന്നു, എന്റെ സമയം ആയിരിക്കുന്നു, ഞാൻ മരണത്തിലേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഴിയിൽ അങ്ങനെ കിടക്കുകയാണ്. പിന്നീട് പതിയെ അവൻ ഇങ്ങനെ കണ്ണടച്ച് വരുന്ന സമയത്ത് അവനൊരു കൊതുക് വന്ന് കടിക്കാണ് കേട്ടോ. മരിക്കുന്ന സമയത്ത് വരെ മര്യാദക്കൊന്നും മരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കൊതുകിനിട്ട് 4 ചവിട്ടി ഔട്ടാണ് അവന്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ഐവാൻ വരികയാണ്. ഐവാനെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഐവാൻ ഓടി ചെന്നിട്ട് കുതിരയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുതിര പറയുന്നുണ്ട്, അവസാനമായിട്ട് എന്നെ ഒന്ന് കണ്ടോ
എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോ, കാരണം ഞാൻ മരിക്കാൻ പോവാണ്. ഇപ്പൊ രാജകുമാരി പറയാണ്, നീ എങ്ങോട്ടും പോകുന്നില്ല, നീ മരിക്കാനും പോകുന്നില്ല, മറ്റൊരു ലോകത്തേക്ക് പോകാനും പോകുന്നില്ല. നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ പൂവ് പറിച്ചത് കൊണ്ട് നീ മരിക്കാൻ പോവാണെന്നല്ലേ? സത്യം പറഞ്ഞാൽ പൂവ് പറിക്കുന്ന ആൾ മരിച്ചു പോകും, അതുള്ളത് തന്നെയാണ്. പക്ഷെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട്, സ്വന്തം ആവശ്യത്തിനായിട്ട് പറിക്കുന്ന ആൾ മാത്രമാണ് മരിച്ചു പോവുക. നീ ഇപ്പൊ പറിച്ചിരിക്കുന്നത് നിന്റെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാനായിട്ടല്ല, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല. ഇപ്പൊ ആ ഒരു കുതിര നമ്മുടെ ഐവാനുണ്ടല്ലോ ഇറുക്കി കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് കുതിര പറയുന്നത്, പൊന്നു മോനെ ഇത്ര ഇറുക്കല്ലേ, എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിയും കളിയൊക്കെ ആയിട്ട് ഈ കഥ ഇവിടെ തീരുകയാണ്. നല്ല കഥയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ എന്താ പറയാ, കഥ കൊണ്ട് മികച്ചു നിൽക്കുന്നെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നല്ലൊരു ഫീൽ ഗുഡ്, കാണാൻ രസമുള്ള കുറെ വിഷ്വലൊക്കെ ഉള്ള ഒരു സിനിമയല്ലേ ഇത്. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. പിന്നെ ഇപ്പൊ സ്ക്രീനിൽ 2 ബോക്സ് വന്നില്ലേ, അതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ